ഹായ് ഫ്രണ്ട്സ്, തണ്ണിമത്തൻ ഉപയോഗിച്ചിട്ട് ഒരു ജെല്ലിയാണ് തയ്യാറാക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ജെല്ലിയാണ്. ഇതിൽ ഞാൻ ചൈന ഗ്രാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജെലാറ്റിൻ ഉപയോഗിച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരം കുറവാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. ഇതൊരു 2.5 കപ്പ് ജ്യൂസ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം ചേർക്കാം. ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കണം. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തിളച്ചിട്ട് ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. ഈ തണ്ണിമത്തൻ്റെ ജ്യൂസും അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നല്ല കളറുള്ള തണ്ണിമത്തൻ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും നമ്മൾ ഈ ജെല്ലി തയ്യാറാക്കി കഴിയുമ്പോൾ. ഇപ്പോൾ ഇത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്ന ഏത് ബൗളോ അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റാവും. തണുത്തിട്ട് ഒന്ന് നന്നായിട്ട് തണുപ്പാവുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ചൂട് പോയി കഴിയുമ്പോൾ ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇത് ഞാൻ തണ്ണിമത്തൻ്റെ തോടിൽ ജെല്ലി തയ്യാറാക്കിയിട്ടുള്ളതാണ്. എന്നിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ ബൗളിലൊക്കെ വെക്കുന്നതിന് പകരം ഇതേപോലെ അതിൻ്റെ തോടിൽ ഒഴിച്ചു വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ജെല്ലി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ ഹംലൂസ് കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.